कर परमेश्वर के सन्मुख में इकट्ठा होने के लिए, वचन के साथ रहने के लिए परमेश्वर ने दिए हुए सुंदर अवसर के लिए परमेश्वर को धन्यवाद करता हूँ। എന്നെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ വിലയേറിയ ദാസൻ സുരേഷ് പാസ്റ്ററോടും കുടുംബത്തോടും കടന്നു വന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസിദാസന്മാരോടും ഞാൻ നന്ദി പറയുന്നു, വന്ദനം इस वचन के अध्ययन में मुझे निमंत्रण दिया हुआ पास्टर सुरेश और उनके परिवार और कलीसिया को सबको मैं परमेश्वर के नाम पे वंदन देता हूँ। ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നതോടൊപ്പം आज शाम के समय वचन की सेवकाई करने के लिए मुझे निमंत्रण दिया हुआ उस विषय के मैं आनंद मनाते हुए उसके साथ കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ ഭയപ്പെടുത്തി. परमेश्वर के दास कहा हुआ एक बात मुझे डरा दिया है. കർത്താവിന്റെ ദാസൻ ബൈബിൾ പഠിപ്പിച്ചവർ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെപ്പാടെ വിഷമമായി. परमेश्वर के दास वचन को सिखाए हुए विद्यार्थी आज शाम के समय हमारे साथ जुड़ा है करके कहा तो मुझे मैं थोड़ा चौकन्ना हो गया. കർത്താവിന്റെ ദാസൻ പഠിപ്പിച്ചവരും വചനം പഠിച്ചവരും ഇരിക്കുമ്പോൾ ഒരു ക്ലാസ് എടുക്കാനുള്ള യോഗ്യത എനിക്കില്ല. परमेश्वर के दास वचन सिखाया हुआ और सीखे हुए लोग आज जब इसके अंदर इकट्ठा हुए हैं तो परमेश्वर के वचन अध्ययन कराने का योग्यता मुझ में नहीं है. എന്നെ കുറിച്ച് ശരിയായ നിലയിൽ അറിഞ്ഞിട്ടാണോ ഈ ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി എന്നെ വിളിച്ചത് എന്ന് എനിക്ക് സംശയമുണ്ട്. और मुझे शंका है कि मेरे बारे में बराबर जानकारी होते हुए क्या उन्होंने मुझे इस प्रकार निमंत्रण दिया है क्या. ദീർഘവർഷങ്ങൾക്ക് മുൻപ് ദൈവം എനിക്ക് തന്ന ഒരു വാഗ്ദത്തമാണിത് നിവൃത്തിയാകുന്നത്. और अनेक सालों पहले परमेश्वर ने मेरे जिंदगी में दिया हुआ उस वायदा इन दिनों में पूरा हो रहा है. എനിക്ക് മനസ്സിലായി വാഗ്ദത്തത്തിന്റെ ശക്തി നമ്മുടെ ബുദ്ധികൾക്കപ്പുറമാണ്. और मैं समझ गया कि वायदाओं का सामर्थ्य जो है हमारे उस बुद्धि के उस पार है. പരിശുദ്ധാത്മാവ് നൽകിയ വാഗ്ദത്തങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ पवित्र आत्मा ने दिया हुआ उस वायदाएं अगर हमारे हाथ में है तो അത് നമ്മുടെ വിചാരങ്ങൾക്കകത്തൊന്നും ഒതുങ്ങുന്നതല്ല. वो हमारे विचारों के अंदर बसने वाली नहीं है. ബൈബിൾ കോളേജിൽ പഠിച്ച ദൈവദാസന്മാരുടെ മുൻപിൽ ദൈവവചനം പഠിപ്പിക്കാനല്ല, ദയവായി ദൈവാത്മാവ് തന്ന ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. बाइबल कॉलेज में पढ़े हुए परमेश्वर के सेवकों के बीच में परमेश्वर के वचन का अध्ययन कराने के लिए नहीं, मगर परमेश्वर ने दिया हुआ उस विचारों को आपके बीच में मैं परमेश्वर पे भरोसा रखना चाहूंगा. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. मैं इस प्रकार क्यों कह रहा हूं करके आपको शंका होगा. ആദ്യമേ ആ സംശയം അങ്ങ് തീർത്തിട്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം എന്ന് ആഗ്രഹിക്കുന്നു. पहले आपके उस शंका को मैं दूर कर परमेश्वर के वचन की ओर हम प्रवेश करेंगे. ഒരു ബൈബിൾ കോളേജിലെ പഠനമുള്ളയാളല്ല ഞാൻ. मैंने कभी भी बाइबल कॉलेज में अध्ययन नहीं किया है. ഞാൻ ഏറ്റവും അധികം ബൈബിൾ കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. और मगर बाइबल कॉलेज में पढ़ने का एक इच्छा मेरे अंदर था. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. और ज्यादा बाइबल कॉलेज में पढ़ने का एक इच्छा मेरे अंदर थी. എന്റെ സഭയിലെ ദേവദാസൻ നിങ്ങൾക്കറിയാം പാസ്റ്റർ ബാബു ചെറിയാനാണ്. और मेरे कलीसिया के पासबान आप जानते हैं पास्टर बाबू चेरियान है. അദ്ദേഹത്തിന്റെ വചന പഠനം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം. और आप जानते हैं कि वे बाइबल के अध्ययन बहुत सुंदर रीति से कराते हैं. കഴിഞ്ഞ 22 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഞങ്ങളുടെ സഭയിൽ വരുന്നത്. और करीबन 22 साल पहले हमारे कलीसिया में वो पासबान के रूप में आए. അദ്ദേഹം വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ ഒന്ന് പഠിച്ചാൽ കൊള്ളാമായിരുന്നു. आने के बाद मुझे बाइबल कॉलेज में पढ़ने का इच्छा है. അദ്ദേഹം എന്നോട് പറഞ്ഞു, പെനിയേൽ ബൈബിൾ കോളേജിൽ തിങ്കളാഴ്ച രാവിലെ പോവുക, വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ചു. उन्होंने मुझसे कहा कि पेनियल बाइबल कॉलेज में सुबह को जाना और शुक्रवार को शाम को लौट जाना. അങ്ങനെ പഠിക്കാമോ, പോയി പഠിക്കാമോ എന്ന് ചോദിച്ചു. उस प्रकार क्या आप जाकर सीखोगे? ഞാൻ പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, അങ്ങനെ ഇട്ടിട്ട് പോകാൻ तो പറ്റുമോ? मैंने उनसे जवाब दिया कि मेरा पति है, मेरे बच्चे हैं, मैं उनको छोड़कर क्या मैं इस प्रकार दूर तो नहीं रह सकता हूँ. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, ഓ എന്നാ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ബൈബിൾ കോളേജ് ഇങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. तो उन्होंने परमेश्वर के सेवक ने मुझसे कहा कि अगर आप बाइबल कॉलेज में जाकर सीख नहीं सकते हैं
तो आप इस प्रकार प्रार्थना करिए कि बाइबल कॉलेज आपकी ओर आ जाए। എല്ലാ കാര്യങ്ങളും തമാശ രീതിയിൽ എടുക്കരുത്. ചിലരൊക്കെ ദൈവത്തിന്റെ ദൂതായിരിക്കും. कुछ चीज मजाक या हास्यमय रूप में नहीं लेना चाहिए। कुछ बातों में परमेश्वर की उस പറഞ്ഞ मुझे कहा हुआ उस बातों के साथ मैंने प्रार्थना शुरू की। അങ്ങനെ ബൈബിൾ കോളേജ് ഇങ്ങോട്ട് വരാനാണ് बाइबल कॉलेज मेरे और आने के लिए मैंने प्रार्थना किया। നമ്മളോട് പറയുന്ന ദൂത് വെച്ച് പ്രാർത്ഥിച്ചാൽ അതുപോലെ हमसे कहा जाने वाले उस संदेश को रखकर अगर हम प्रार्थना करेंगे तो परमेश्वर उसी प्रकार उत्तर देगा। അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബൈബിൾ കോളേജ് പിറവത്തേക്ക് വന്നു. उस प्रकार प्रार्थना करने के बाद कुछ समय के बाद बाइबल कॉलेज पिरवम में आ गया। അപ്പൊ പിറവത്ത് വന്നപ്പോ പഠിക്കാൻ എളുപ്പമായില്ലേ? और जब बाइबल कॉलेज पिरवम में आया तो सीखना और आसान बन गया। ഞാൻ പഠനത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഫില്ല് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. और जब मैं अध्ययन करने के लिए इच्छा जताया तब पासवान ने मुझसे कहा कि एप्लीकेशन जाकर आप भर दो। ഞാൻ വീട്ടിൽ വന്ന് ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ നേരത്തെ അച്ഛനോട് ചോദിച്ചു എപ്പോഴാ ക്ലാസ് നടക്കുന്നേ? और जब मैं घर लौटकर एप्लीकेशन फॉर्म भर रहा था तब पति ने मुझसे पूछा कि क्लास कब से शुरू हो रहा है? വൈകിട്ട് 6 മുതൽ 8 വരെയാണെന്ന് പറഞ്ഞു. और मैंने जवाब दिया कि शाम को 6 बजे से 8 बजे तक है। 22 വർഷങ്ങൾക്ക് മുൻപ് ഈ വടക്കൻ ഏരിയയാണ്, ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല, രാത്രി പോയിട്ട് വരാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു എല്ലാ ദിവസവും എനിക്ക് വന്ന് കൊണ്ടുവരാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ആപ്ലിക്കേഷൻ മടക്കി വെച്ചിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. 22 साल पहले की बात है और इस प्रकार एक छोटी गांव थी और आजकल के उस सुविधाएं उपलब्ध नहीं होने के कारण उन्होंने मुझसे कहा कि हर दिन मैं आपको ले जाने के लिए या छोड़ने के लिए आ नहीं पाऊंगा, इसलिए एप्लीकेशन मोड़ के रख दो और प्रार्थना करना शुरू करो। ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച എനിക്ക് പോകാൻ പറ്റിയില്ല, ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാത്തവർ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. सबसे ज्यादा प्रार्थना किया हुआ मैं कभी भी बाइबल कॉलेज में अध्ययन करने के लिए जा नहीं पाया और कभी भी प्रार्थना नहीं किए हुए उस प्रकार के लोग बाइबल कॉलेज में जाकर अध्ययन कर सके। പഠിക്കുന്നവരുടെ ആ ഭയങ്കര ഗമയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. और पढ़ाई करने वाले के उस बड़े गर्व की बातों को या घमंड की बातों को देखा तो मुझे बहुत आनंद लगा। ഓ അവരൊക്കെ അസൈൻമെന്റ് എഴുതുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. അപ്പൊ നമ്മുടെ അസൂയൊക്കെ നമുക്ക് പണ്ടേ പോയതാ സ്നാനപ്പെട്ടപ്പോ. പക്ഷെ സ്നാനപ്പെട്ടപ്പോ പൊങ്ങി വന്ന ഒന്നുണ്ട്, വിശുദ്ധ അസൂയ എന്ന് പറയും. और हमारे जो ईर्ष्या की बात है या डाह या जलन की बातें जो है वो सब बपतिस्मा के बाद तो सब चला गया, मगर बपतिस्मा के बाद एक नया बात उत्पन्न होकर आई, पवित्र डाह। അപ്പൊ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയപ്പോഴുള്ള ഒരു വിശുദ്ധ അസൂയ എനിക്കും ഉണ്ടായി. और सबके साथ पढ़ाई करने का एक मेरे अंदर भी एक पवित्र जलन या डाह पैदा हो गया। 6 മാസത്തെ കോഴ്സ് 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 6 महीने का जो कोर्स था वो 1 साल के लिए बढ़ा दिया। ഞാൻ ജോലി ലഭിക്കത്തക്ക നിലയിലുള്ള പഠനങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ പഠനത്തിന് വേണ്ടി ആഗ്രഹിച്ചത്. नौकरी प्राप्त कर सकता हूँ उस प्रकार की पढ़ाई मैंने करने के बाद इस प्रकार घर में इंतजार कर रहा था, उस समय मुझे बाइबल कॉलेज के अध्ययन करने के लिए मौका मिला। അങ്ങനെ ചുരുക്കത്തിൽ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല. मगर संक्षिप्त रीति में मैं कहता हूँ मुझे बाइबल कॉलेज में अध्ययन करने के लिए मौका नहीं मिला। ഒരു വർഷത്തിന് ശേഷം അവരുടെ ഗ്രാജുവേഷൻ സർവീസ് നടക്കുകയാണ്. 1 साल के बाद उस कॉलेज का ग्रेजुएशन सर्विस जब चल रहा था, വിശുദ്ധ അസൂയ നമ്മുടെ അകത്തുണ്ടെങ്കിലും പരസ്യമായ ഒരു വേദിയിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സഭക്കാരെല്ലാം പോയ കൂട്ടത്തിൽ ഞാനും ആ സർവീസിന് പോയിരുന്നു. पवित्र जलन हमारे अंदर होने के बावजूद हम इस प्रकार जब कलीसिया को पूरा उस ग्रेजुएशन के सेरेमनी में बुलाया तो नहीं जा सकते हैं, ऐसे तो हम नहीं रह सकते हैं, इसीलिए मैं भी कलीसिया के साथ उस सेरेमनी में गया। അന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സീനിയർ ദൈവദാസൻ പാസ്റ്റർ കെ എൻ ജോസഫ് അവറുകളാണ്. और उस दिन रात को उस ग्रेजुएशन सेरेमनी की सेवकाई के लिए इंडिया पेंटिकोस्ट कलीसिया के बुजुर्ग
सेवक पास्टर KM जोसेफ आए थे। അവിടെ ഇരിക്കുന്നവർ വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ട് സഹോദരിമാരും കറുത്ത പാന്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് സഹോദരന്മാരും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ത്രില്ലിലിരിക്കുക. बहन जो विद्यार्थीगण थे श्वेत साड़ी और ब्लाउज पहनकर, और भाई लोग इस प्रकार जो विद्यार्थी थे वे भी श्वेत कपड़े पहनकर इस प्रकार सर्टिफिकेट लेने के लिए तैयार रूप में बैठे थे। ഞാൻ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കരയാൻ ആരംഭിച്ചു. मैं परमेश्वर के सम्मुख में रोना शुरू किया। ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ ബൈബിൾ കോളേജ് വരാൻ ആഗ്രഹിച്ചത്. मैंने परमेश्वर से कहा कि हे परमेश्वर, मैं सबसे ज्यादा इस बाइबल कॉलेज में अध्ययन करने का इच्छा मेरे अंदर थी। എന്നാൽ ഇവരാരും ഇത്രയും വില മുടക്കിയവരല്ല, പക്ഷെ അവര് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുകയാണ്. इन्होंने किसी ने भी इतना ज्यादा कीमत नहीं चुकाया, मगर ये सब देखिए पढ़कर बाहर निकल रहे हैं। ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ KM ജോസഫ് അവർ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു. और मैं जब रो रही थी तब परमेश्वर का सेवक पास्टर KM जोसेफ वचन की सेवकाई के लिए उठ खड़ा हुआ। ഞാൻ इങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല, പക്ഷെ എനിക്കിന്നൊരു ദൂത് നീ തരണം. और मैंने इस प्रकार परमेश्वर से प्रार्थना किया कि हे परमेश्वर, मेरे पास एक सर्टिफिकेट नहीं है, मगर आज शाम के समय आप मुझे एक संदेश देना। അദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. उन्होंने इस प्रकार प्रचार के लिए जब खड़ा हुआ तो इस प्रकार कहा, അല്പസമയം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നവരെല്ലാവരും സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തേക്ക് പോകും. कुछ समय के बाद यहाँ इस प्रकार श्वेत कपड़ों में विद्यार्थीगण जो है वो सर्टिफिकेट लेकर बाहर की ओर चले जाएंगे। എന്നാൽ പരിശുദ്ധാത്മാവിന്റെ തീ അകത്ത് കത്തുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, അവർ രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. मगर पवित्र आत्मा की जो आग जिसके अंदर मंडराता है, उन्हें सर्टिफिकेट की जरूरत नहीं है, वे राज्यों में अलग अलग देशों में परमेश्वर की सेवकाई के निमित्त जाएंगे करके कहा। ഈ മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ അവിടെ ഉറക്കെ അന്യഭാഷയിൽ അലറിക്കരഞ്ഞു. और जब इस संदेश मैंने सुना तब मैं वहां बैठकर एकदम अन्य भाषाओं में रो रो कर पुकार कर आराधना करने लगा। ആ ദൂത് കേട്ട് 2 വർഷത്തിനകം ഈ പുസ്തകവും ചുമന്ന് വിദേശ രാജ്യത്തേക്ക് പോകാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. उस संदेश सुनने के 2 साल के अंदर परमेश्वर के वचन के साथ अनेक विदेश राज्यों में जाने के लिए परमेश्वर ने मुझे सहायता किया। വിദേശ രാജ്യത്ത് പോയതിന്റെ വലിപ്പം പറയാനല്ല ഞാനിത് പറഞ്ഞത്. विदेश राज्यों में जाने का उस बड़ेपन की बातों को कहने के लिए मैंने इन बातों को नहीं कहा। ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂതിൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. पवित्र आत्मा आज रात के समय एक संदेश के साथ शुरू करना चाहता है। ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടണമെന്ന ആഗ്രഹമുണ്ട്. परमेश्वर के लिए उपयोग में आने का इच्छा तो है, എന്നാൽ ലോകം കാണുന്ന ക്വാളിഫിക്കേഷൻസ് ഒന്നും കയ്യിലില്ല. मगर संसार देखने वाली उस बातें या खासियत कुछ हमारे हाथ में नहीं है। ഇന്ന് രാത്രി വിശ്വസിച്ചോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനം അകത്ത് തള്ളിക്കൊണ്ടിരിക്കുന്നെങ്കിൽ മറ്റാരും അറിയാത്ത നിലയിൽ ദൈവം തന്റെ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിക്കും. आज शाम के समय याद कर लीजिए, अगर पवित्र आत्मा की सामर्थ आपके अंदर मंडरा रही है तो आपके अंदर और लोग नहीं अनुभव किया इस प्रकार की एक सामर्थ आप आपके अंदर अनुभव कर पाओगे। ലോകപ്രകാരമുള്ള പഠനങ്ങളെക്കാൾ വലുതാണ് പ്രാർത്ഥനാ മുറിയിൽ പാക്കീറിയതാണെങ്കിലും അതിൽ കവിണ്ണു വീണ് കിടന്ന് സർവശക്തനോട് സംസാരിക്കുന്നത്. सांसारिक रूप से जो पढ़ाई है, जो योग्यताएं हैं, उससे बढ़कर है आपके प्रार्थना के रूम के अंदर अगर फटा हुआ एक चटाई भी है, उसके अंदर लेटकर जो प्रार्थना करते हैं, गिरे तले मुंह गिरे तले प्रार्थना करने वाला, उससे भी श्रेष्ठ बात है। അതുകൊണ്ട് പഠനം വേണ്ട എന്നോ ബൈബിൾ കോളേജ് പഠനം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. പഠനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ദൈവാത്മാവിന്റെ ഒരു നിയോഗത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളൊരു തള്ളലകത്തുണ്ടെങ്കിൽ മറ്റാരും അറിയാതെ ദൈവം ചില സ്ഥലങ്ങളിലേക്ക് എടുത്തെറിയുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക.
इसीलिए अब ये गलत फहमी में नहीं रहना कि मैं कहता हूं कि बाइबल कॉलेज में नहीं जाना चाहिए या बाइबल कॉलेज की अध्ययन नहीं करना चाहिए। बाइबल कॉलेज की अध्ययन करने के साथ ही साथ परमेश्वर की सेवकाई के लिए आपके अंदर एक जोर, एक जबरदस्ती होगा। उस पवित्र आत्मा के आदि में आप रहते हैं और उसके नियंत्रण में आप रहते हैं, तो आपको पवित्र आत्मा अनेक जगहों में उसकी सेवकाई के रूप में के लिए आपको उठा के फेंक। പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച ഒരുവന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വിഷയമല്ല ദൈവത്തിന്. पवित्र आत्मा की सामर्थ्य जिसके अंदर है, उसके पढ़ाई के या विद्या के योग्यता परमेश्वर के लिए कोई अहमियत नहीं है। ഈ തലമുറയിൽ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ചില അഭിഷിക്തന്മാരെ ശ്രദ്ധിക്കുന്നുണ്ട്. इस पीढ़ी में परमेश्वर अपनी सेवकाई के लिए तैयार करने वाले कुछ अभिषिक्त जन आज शाम के समय मेरे बातों को सुन रहा है। എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തയിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. मैं कुछ कर नहीं पा रहा हूं करके उस विचारों के साथ, दर्द के साथ बैठे हुए लोग हैं। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി അകത്തളങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. परमेश्वर की उस पवित्र आत्मा की उन क्रियाओं को आपके अंदर गहरे स्तरों में परमेश्वर दिखाना चाहता है। മറ്റാരും കാണാത്ത ഒരു ചിന്തയും ഒരു നിയോഗവും അകത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ചോ, ഈ ദിനങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ പോകുക. और कोई नहीं देखा, न समझ सका उस प्रकार की एक विचार और एक जोश अगर आपके अंदर उमड़ रहा है, तो आज रात के समय आप समर्पण कर दीजिए, परमेश्वर आपको उपयोग करने वाला है। ദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണുന്നില്ലെന്ന് ഭാരപ്പെടുന്നവരുണ്ടോ? लंबे समय प्रार्थना करके उत्तर नहीं प्राप्त किया हुआ, इस प्रकार की दर्द और बोझ के साथ लोग आज शाम के समय मेरे बातें सुन रहे हैं, तो രാത്രി ദൈവം ചില പ്രാർത്ഥനയുടെ മറുപടി തരാൻ പോകുക. आज रात को परमेश्वर कुछ प्रार्थनाओं के उत्तर देने वाला है। വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കാൻ സമയമായി. अनेक सालों से बंद कुछ द्वारों को खुलने का समय हो गया है। സുവിശേഷീകരണത്തിനു വേണ്ടി ചില വാതിലുകൾ സ്വർഗം തുറക്കാൻ പോകുകയാണ്. सुसमाचारों के लिए कुछ द्वारों को परमेश्वर खोलने वाला है। ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ആ ചിന്ത ഇതാണ്: ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യമായ സുവിശേഷീകരണം. आज रात के समय परमेश्वर ने मुझे दिया हुआ उस विषय यह है कि परमेश्वर ने हमें दिया हुआ उस जिम्मेदारी, സുവിശേഷീകരണം എന്ന ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചതാണ്. सुसमाचार की उस जिम्मेदारी परमेश्वर ने हमें दिया है। ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അയച്ചിട്ടല്ല നാം സുവിശേഷം പറയുന്നത്. कोई भी एक संस्था हमें भेजने के बाद हमें सुसमाचार की सेवकाई नहीं करना है। നാം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി നിൽക്കുവാനുമല്ല. और कोई संस्था की प्रतिनिधि होकर खड़ा रहने के लिए भी नहीं है। എന്നാൽ നമ്മെ ദൗത്യം ഏൽപ്പിച്ച ഒരുവൻ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. मगर हमारे ऊपर उस जिम्मेदारी को सौंपा हुआ एक प्रभु हमारे हाथों को थाम कर रखा है। ഞാൻ സുവിശേഷീകരണം എന്ന ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. तो समाचार की उस विषय की ओर मैं आपको ले आना चाहता हूँ। യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ യോഹന്നാൻ रचित सुसमाचार उसकी 20वीं अध्याय 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 19 से लेकर 26वीं वचन तक जब हम पढ़ते हैं, അവിടെ 3 പ്രാവശ്യം സമാധാനം എന്ന വാക്ക് കാണും. वहां 3 बार देखिए शांति करके शब्द लिखा हुआ है। ഒന്നാമത്തെ സമാധാനം 19-ാം വാക്യത്തിൽ പറയുന്നു, യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് കൈയും വിലാപ്പുറവും കാണിച്ചു. और देखिए पहला शांति जो शब्द है 19वीं वचन में लिखा है, यीशु आया और बीच में खड़ा होकर उनसे कहा तुम्हें शांति मिले। രണ്ടാമത്തേത് 21-ാം വാക്യത്തിൽ യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. दूसरी बात हम 21वीं वचन में देखते हैं कि यीशु ने फिर उनसे कहा तुम्हें शांति मिले, जैसे पिता ने मुझे भेजा वह है वैसे ही मैं भी तुम्हें भेजता हूं। മൂന്നാമത്തെ സമാധാനം 26-ാമത്തെ വാക്യത്തിൽ, और तीसरी शांति का जो पद है हम 26वीं वचन में, അകത്ത് വാതിലടച്ചിരിക്കുന്നവർക്ക് യേശു കൊടുക്കുന്ന സമാധാനമാണ്. अंदर देखिए दरवाजा बंद कमरे के अंदर रहने वालों को यीशु देने वाला शांति है। ഒന്നാമത്തെ സമാധാനം കൈയും വിലാപ്പുറവും കാണിച്ചുള്ള സമാധാനമാണ്. पहला जो शांति है वो हाथ
और छाती को दिखाकर बताने वाली शांति है। അതിന്റെ അർത്ഥം നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ എന്റെ മേലായി. उसका अर्थ यह है कि आपके शांति की जो दंड है वो मैंने उठाया। യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ ആ വാക്യം നാം കാണുന്നു. यशायाह के पद में हम उस वचनों को देखते हैं। 5-ാം വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. उसके 5वें वचन में हम पढ़ते हैं, परंतु वह हमारे ही अपराधों के कारण घायल किया गया, वह हमारे अधर्म के कामों के हेतु खिला गया, हमारी शांति के लिए उस पर ताड़ना पड़ी। ഒന്നാമത്തെ സമാധാനം അവന്റെ മുറിവുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ്. पहला शांति जो है उसके घावों के द्वारा हमारे लिए उपलब्ध किया गया है। രണ്ടാമത്തെ സമാധാനം ദൗത്യത്തിന് വേണ്ടി അയക്കുന്നതിന് മുൻപ് കൊടുക്കുന്ന സമാധാനമാണ്. दूसरा शांति जो है जिम्मेदारी के लिए भेजने से पहले मिलने वाली शांति है। ആ സമാധാനം ദൗത്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. और उस जो शांति है जो अपने जिम्मेदारियों को निभाता है उनके लिए उपलब्ध शांति है। മൂന്നാമത്തെ 26-ാം വാക്യത്തിൽ വായിക്കുന്നു, ശിഷ്യന്മാർ ഭയപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് വന്ന് വീണ്ടും അവരോട് സമാധാനം പറയും. तीसरा शांति 26वें वचन में हम देखते हैं, चेले जब भयभीत होकर रहते हैं उनके बीच में खड़ा होकर आपको शांति मिले करके यीशु कहता है। അതിന്റെ അർത്ഥം കൊടുങ്കാറ്റുകളുടെ നടുവിൽ ഭക്തന്മാർ അനുഭവിക്കുന്ന സമാധാനമാണ്. उसका अर्थ यह है कि इस प्रकार की आंधी और तूफान के बीच में भक्तजन अनुभव करने वाले शांति है। അപ്പോ ശിഷ്യന്മാർക്ക് തന്റെ മുറിവുകളിലൂടെ സമാധാനം ലഭിക്കുന്നു. और चेलों को देखिए, शिष्यों को ऊपर में मसीह के घावों के द्वारा शांति मिलता है। ഭയപ്പെട്ടിരിക്കുന്നവർക്ക് കൊടുങ്കാറ്റുകളുടെ നടുവിലെ സമാധാനം കൊടുക്കുന്നു. भयभीत रहने वालों को उस आंधी और तूफान के बीच में उन्हें शांति मिलता है। ദൗത്യത്തിന് വേണ്ടിയുള്ളവർക്ക് അതിനുള്ള സമാധാനം കൊടുക്കുന്നു. और देखिए, जिम्मेदारी के लिए बुलाया गया हुआ उनको उसके लिए शांति देता है। സുവിശേഷീകരണം എന്ന ദൗത്യം ഏറ്റെടുക്കുന്നവർക്ക് ദൈവം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. और सुसमाचार की उस जिम्मेदारी को जो लेते हैं उनको ऊपर देखिए परमेश्वर संभालने का एक शांति दे रहा है। ഇന്ന് രാത്രി ഒരു ദൈവിക സമാധാനം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज शाम के समय एक दिव्य शांति को अनुभव करने वालों के लिए मैं परमेश्वर को धन्यवाद करता हूँ। അപ്പൊ നമ്മെ ദൗത്യത്തിന് വേണ്ടി അയച്ചതാരാ? हमें इस जिम्मेदारी के लिए भेजा, वो किसने भेजा है? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ എല്ലാവരോടും പറയുന്നു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം. मत्ती रचित सुसमाचार 28वें अध्याय में देखिए, सबको इस जिम्मेदारी दिया है और यीशु कहता है कि संसार के अंत तक जाकर चेले बनाओ। അത് തന്റെ ഭൂമിയിൽ വെച്ചുള്ള അവസാനത്തെ വാക്കാണ്. और यीशु मसीह के इस पृथ्वी में रहते हुए आखिरी संदेश थी है। ഈ സുവിശേഷീകരണം എന്ന ദൗത്യത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം, और इस सुसमाचार की सेवकाई के लिए इतना महत्व देने का कारण ये है, ഏറ്റവും അവസാനം പറയുന്ന വാക്കുകൾക്ക് വളരെ പവറാണ്. क्योंकि आखिरी में कहा जाने वाले संदेश को या बातों को ज्यादा सामर्थ्य या महत्व दिया जाती है। നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് മരണത്തോടടുക്കുമ്പോൾ हमारे एकदम करीब रहने वाले जब मृत्यु के निकट आते हैं, പറഞ്ഞ വാക്കുകൾ നാം ഓർത്തിരിക്കാറുണ്ട്. उसके अंतिम समयों में कहा हुए बातों को हम याद रखते हैं। നമ്മൾ വളരെ ദൂരെ ആയിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും മരണപ്പെട്ടാൽ हम दूर रहने के समय अगर हमारे माता पिताएं कोई मृत्यु के नजदीक आ जाते हैं, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അപ്പച്ചന് അവസാനമായിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്നാണ്. और हम जब उस समय घर लौटते हैं तो हम हमारे रिश्तेदारों से पूछते हैं कि माता पिता ने जाने से पहले आखिरी में क्या कहा। ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏറ്റവും അവസാനം പറഞ്ഞ വാക്കിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ്. जिंदा रहने समय अनेक बातों को कहा हुआ है, मगर एकदम आखिरी में मृत्यु से पहले कहे हुए बातों को हम ज्यादा महत्व देते हैं।
അങ്ങനെയാണെങ്കിൽ യേശു ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ഏറ്റവും അവസാനം പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നാണ്. अगर इस प्रकार है तो यीशु मसीह संसार को छोड़कर जाने से पहले कहा हुआ आखिरी संदेश यह है, इसलिए तुम जाकर सब जातियों के लोगों को चेला बनाओ और उन्हें पिता और पुत्र पवित्र आत्मा के नाम पे बपतिस्मा दो. രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഉറപ്പിക്കുക, ഞാൻ എന്നെ പിതാവ് അയച്ചതുപോലെ നിങ്ങളെയും അയക്കുകയാണ്. और उसके बाद दूसरी बात यह है कि वो जी उठने के बाद उस बात को वापस सामर्थ के साथ, दृढ़ता के साथ कह रहा है कि जिस प्रकार पिता ने मुझे भेजा है वैसा मैं आपको भेज रहा हूं. എന്നാൽ നിങ്ങളിലുള്ള അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല പോകേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾ പോകേണ്ടത്. मगर आपके अंदर जो बातें आप जानते हो, जो विद्या और पढ़ाई आपके अंदर है, उस सामर्थ के द्वारा आपको नहीं जाना है, मगर पवित्र आत्मा की सामर्थ के द्वारा आपको निकलना. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. और इसीलिए आप उस पवित्र आत्मा की सामर्थ के लिए बाट जोना है. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്നോട് കേട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ യെരുശലേമിൽ നിന്ന് മാറിപ്പോകാതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. और उसके बाद उनसे कहा कि आपने मेरे द्वारा सुना हुआ उस पवित्र आत्मा की सामर्थ के लिए आपको यरूशलेम के अंदर बाट जोना है और उसे उस जगह को नहीं छोड़ना है. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകും. प्रेरितों का काम पहला अध्याय उसके 8वें वचन में कहता है, परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे और यरूशलेम और सारे यहूदिया और समरिया में और पृथ्वी की छोर तक मेरे गवाह होंगे. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചവരാണ് ലോകം മുഴുവൻ സുവിശേഷീകരണം എന്ന ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ. उस प्रकार पवित्र आत्मा के सामर्थ्य पाए हुए लोग संसार की चारों ओर सुसमाचार की उस जिम्मेदारी को निभाने के लिए फैल कर निकले. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവ് പ്രാപിച്ച ദൈവമക്കളല്ലേ എന്നെ ശ്രദ്ധിക്കുന്നത്? अगर इस प्रकार है तो मैं आपसे एक सवाल पूछूं कि क्या आज शाम के समय उस पवित्र आत्मा की भरपूरी पाए हुए लोग आज शाम के समय मेरे बातों को सुन रहे हैं क्या? ഈ ശക്തി ലഭിച്ചിട്ട് വർഷം എത്രയായി? इस सामर्थ्य प्राप्त कर कितने साल हो गए? എത്ര പേരുടെ മുൻപിൽ സാക്ഷിയാകാൻ കഴിഞ്ഞു? कितने लोगों के सामने आप गवाह ठहरे? ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു, എന്റെ ശക്തി നീ പ്രാപിച്ചത് ഭിത്തിക്കകത്ത് കൈകൊട്ടി തുള്ളിച്ചാടാൻ വേണ്ടി മാത്രമാണോ? आज शाम के समय पवित्र आत्मा सवाल करती है कि आपने मेरा सामर्थ्य क्या इसलिए पाया कि एक रूम के अंदर रहकर ताली बजाकर गाना गाए? നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ചുള്ള ആത്മഭാരമില്ലാത്ത സഭയല്ല. नष्ट हो जाने वाले आत्माओं के बारे जो बोझ नहीं रखता, उस प्रकार की कलीसिया नहीं है. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവിൽ ആരാധിക്കുന്ന ദൈവജനം എപ്പോഴും ഒഴുക്കുള്ളവരായിരിക്കണം. उद्धार पाकर बपतिस्मा लेकर पवित्र आत्मा की भरपूरी में परमेश्वर की आराधना करने वाला परमेश्वर का जन हमेशा उस आत्मा की उस बहाव में रहना चाहिए. ചാവുകടൽ പോലെയാകരുത് നാം. उस मरा हुआ समुद्र के समान नहीं होना चाहिए. ചാവുകടലിനകത്തൊന്നും ഒഴുക്കുകളില്ല. उस डेड सी के अंदर मरा हुआ समुद्र के अंदर देखिए कोई बहाव नहीं है. കെട്ടിക്കിടക്ക് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. इस प्रकार बांधा हुआ एक अवस्था में है, किसी को कोई फायदा नहीं है. 25 വർഷമായി പരിശുദ്ധാത്മ നിറവിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന നിങ്ങളുടെ നാവിലൂടെ ഒരാൾ പോലും യേശുവിനെ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ദൗത്യം എങ്ങനെയാ നടക്കുന്നത്? अनेक साल बीत गए, 25 साल हो गया है, आप आपके जीभ से अन्य भाषा बोलते हैं, मगर आपके द्वारा अगर एक भी व्यक्ति मसीह को नहीं जाना है, उसे क्या फायदा है? സുവിശേഷീകരണത്തിന് പ്രായഭേദമില്ല. जो सुसमाचार की जो सेवकाई है उसमें कोई उम्र की भाव नहीं है. ഏതു വിധേനയും സുവിശേഷീകരണം ചെയ്യാം. किसी भी प्रकार सुसमाचार की सेवकाई कर सकते हैं. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങൾ അതിലേക്ക് ഞാൻ കടക്കാം. अगर परमेश्वर अनुमति देता है तो आने वाले दिनों में उन विषयों के अंदर मैं प्रवेश करूंगी.
എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സുവിശേഷത്തിനു വേണ്ടി ദൈവം മുടക്കിയ വില എന്താണെന്ന് അറിയാമോ? आज शाम के समय में आपको याद दिलाता हूं कि क्या आप जानते हो परमेश्वर ने सुसमाचार के लिए, उसकी सेवकाई के लिए क्या दान चुकाया है? ദൈവം തന്റെ പുത്രനെ നൽകുകയായിരുന്നു. परमेश्वर ने अपने पुत्र को सौंपा है. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 10 മക്കൾ ഉണ്ടെങ്കിലും ഒരാളെ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കൂ? मैं आपसे पूछता हूं कि आपके पास अगर 10 संतान है तो उसमें से एक को देने के लिए अगर आपको कहा जाएगा तो क्या आप दोगे? വിദേശ രാജ്യത്ത് ഒരു അപ്പനും അമ്മയ്ക്കും 5 മക്കളുണ്ട്. विदेश के राज्य में एक माता पिता का 5 बच्चे हैं. വളരെ ദരിദ്ര കുടുംബമാണവർ. एकदम दरिद्र और कंगाल परिवार है. അവരുടെ ദരിദ്ര അവസ്ഥ കണ്ടൊരു ധനികനായ മനുഷ്യനും ഭാര്യയും അവരുടെ വീട്ടിലെത്തി. उनके बेचारी के उस अवस्था देखकर उनके घर में देखे एक धनी पति और पत्नी आए. ആ വീട്ടിൽ ചെന്നിട്ട് ആ ധനികനായ മനുഷ്യനും ഭാര്യയും ചോദിച്ചു, നിങ്ങൾ വളരെ കഠിനമായ ദരിദ്രത്തിലല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ ഈ വിലയേറിയ സമ്പത്ത് മുഴുവൻ കൊടുത്ത് ആ കുഞ്ഞിനെ ഞങ്ങൾ പരിപാലിക്കാം. उस गरीब खाना में जाकर उस पति और पत्नी जो धनी थे उन्होंने कहा कि आपकी इस गरीब अवस्था में आपके पास 5 बच्चे हैं, आप उनका पालन पोषण नहीं कर पा रहे हैं, अगर आपके 5 बच्चों में से एक बच्चा अगर आप हमको देंगे तो हमारे पास जो धन दौलत है हम सब उनके नाम पे कर देंगे. അവര് ഭാര്യയും ഭർത്താവും പറഞ്ഞു, നാളെ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. पति और पत्नी ने कहा कि कल एक दिन का समय दो, हम आपको जवाब देंगे. അവര് പോയി കഴിഞ്ഞപ്പോൾ ഇവര് ഭാര്യയും ഭർത്താവും കൂടി ഇത് ചിന്തിച്ചു. वो पति पत्नी जब उस धनी व्यक्ति और अपने पत्नी इस घर से निकल गया, तभी इस घर के गरीब पति और पत्नी बैठकर विचार करने लगे. ഏറ്റവും മൂത്തവനെ കൊടുക്കാൻ പറ്റില്ല, ആദ്യം കണ്ട കുഞ്ഞല്ലേ അവനെ കൊടുക്കാൻ പറ്റില്ല. सबसे बड़ा और पहलोटा को नहीं दे सकता है क्योंकि उसको हमने पहला देखा था. രണ്ടാമത്തെ കുഞ്ഞ് നിങ്ങളുടെ അപ്പനെ പോലെ തന്നെ അവരെ കൊടുക്കാൻ പറ്റില്ല. और दूसरा बच्चा जो है वो एकदम पिता के रूप में है, स्वरूप में है, इसीलिए उसको भी हम नहीं दे सकते हैं. മൂന്നാമത്തേത് എനിക്ക് ഒറ്റ സഹോദരനുള്ളതിനെ പോലെ തന്നെ ഇരിക്കുക, അതിനെ കൊടുക്കാൻ പറ്റില്ല. और तीसरा बच्चा जो है वो मेरा एक ही भाई के स्वरूप में है, इसलिए उसको भी मैं नहीं दे सकता हूँ. നാലാമത്തേത് അല്പം അംഗവൈകല്യമുള്ള കുഞ്ഞ്, അതിനെ കൊടുക്കാൻ പറ്റില്ല. और चौथा जो बच्चा है उसको कुछ अंग, उसके जो अंग जो शरीर में कुछ तकलीफ है, इसीलिए उसको भी हम नहीं दे सकते हैं. ഓ, അഞ്ചാമത്തെ കുഞ്ഞ് നമ്മുടെ പൊന്നോമനയല്ലേ, അവനെ കൊടുക്കാൻ പറ്റില്ല. और 5वां बच्चा जो सबसे छोटा है, देखिए वो हमारे दिल के एकदम करीब है, उसको भी हम नहीं दे सकते हैं. ധനികരായ മാതാപിതാക്കൾ പിറ്റേ ദിവസം വന്ന് ചോദിച്ചു, നിങ്ങൾ ഏത് കുഞ്ഞിനെയാ കൊടുക്കുന്നത്? उस धनी माता पिता दूसरा दिन देख के इस गरीब परिवार में आके पूछा कि आप कौन से बच्चों को हमारे लिए अलग कर रहे हो? അവർ പറഞ്ഞു, ഞങ്ങളുടെ 5 കുഞ്ഞുങ്ങളും ദാരിദ്ര്യത്തിലാണെങ്കിലും ഞങ്ങൾ ഇതിൽ ഒന്നിനെ പോലും തരാൻ ആഗ്രഹിക്കുന്നില്ല. उन्होंने जवाब दिया कि हमारे 5 बच्चे गरीबी में होने के बावजूद हम इसमें से कोई भी एक को भी हम अलग नहीं कर सकते हैं, दे नहीं सकते हैं. നിങ്ങളുടെ വീട്ടിലെല്ലാ സുഖ സൗകര്യങ്ങളും കാണും, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പറ്റില്ല. आपके घर के अंदर एकदम अच्छे अवस्था में आप रहते होंगे, आप दे भी सकते होंगे, मगर इनमें से एक भी बच्चा को हम नहीं दे सकते. അനേകം മക്കളുള്ള നമ്മുടെ മക്കളെ ഒരാളെ പോലും നമുക്ക് കൊടുക്കാൻ മനസ്സില്ലാതിരിക്കെ, अनेक बच्चे जब हमारे परिवार के अंदर होता है उसमें से एक को भी हम नहीं दे सकते हैं, उस प्रकार की मन भावना रखने वाले जब हम हैं, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് പകരമായി ഭൂമിയിലേക്ക് അയച്ചു. परमेश्वर ने अपने इकलौता बेटे को हमारे जगह पर इस पृथ्वी में भेजा. ആ ജീവിതം നമുക്ക് വേണ്ടിയായിരുന്നു. उस जीवन जो है वो हमारे लिए था. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഒരു മണ്ണ് നുള്ളിയിടുന്നത് നമുക്ക് ഇഷ്ടമല്ല. हमारे बच्चों के शरीर में मिट्टी का एक छोटा कण भी गिरना हमें पसंद नहीं होता है. മറ്റൊരാൾ ഉപദ്രവിച്ചാൽ നമ്മൾ കരയും. और कोई अगर उसे मारता भी है, हानि पहुंचाता है, तो हम रोते हैं. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. मगर देखिए परमेश्वर ने अपने पुत्र को तोड़ने के लिए, उसे नाश करने के लिए परमेश्वर को इच्छा हुआ. സ്വന്തം മകനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നിയത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമാണ്. खुद के उस इकलौते बेटे को तोड़ने के लिए और नाश करने के लिए परमेश्वर के हृदय में इच्छा मेरे लिए और आपके लिए हुआ.
ഈ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ അകത്തേക്കൊന്ന് ഏറ്റെടുത്ത് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. इस परमेश्वर की प्रेम को हमारे हृदयों के गहराई की ओर अपना कर क्या हम परमेश्वर को प्रेम कर सकते हैं? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? क्या अपने खुद के बेटे को आदर किए बगैर उसने जब हमारे लिए अपने इकलौता बेटे को दे दिया है, तो क्या उसके साथ बाकी कुछ भी चीज हमारे लिए वो नहीं देगा? റോമാലേഖനം 8-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. रोमियों के पत्री 8वीं अध्याय उसकी 32वीं वचन मैंने अभी कहा है. നമുക്ക് വേണ്ടത് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ തരുന്ന സകലവുമാണ് വേണ്ടത്. സകലവും हमें उस देखिए खुद के इकलौते बेटे को दिया हुआ उस परमेश्वर जो उसके साथ जो बाकी सारे बातें देता है, हम उस बात पर दिलचस्पी रखते हैं. സുവിശേഷം കേട്ട് അകത്തു വരുന്നവരുടെ ശ്രദ്ധ മുഴുവൻ സകലവും ലഭിക്കാനാണ്. सुसमाचार सुनकर जो अंदर आने वालों के मन के अंदर बाकी सारे बातें प्राप्त करने की इच्छा होती है. എന്നാൽ ക്രിസ്തുവിനെ ലഭിച്ചവർക്ക് സകലവും വിഷയമല്ലാതാകണം. मगर जिन्होंने यीशु मसीह को पाया है उन्हें बाकी के बातों पर ज्यादा इच्छा या प्रभाव नहीं होना चाहिए. ക്രിസ്തുവിനെ നേടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റു പലതിനെയും ചവറന്നു മാറ്റിക്കളയാൻ പറ്റും. यीशु मसीह को कमाने के लिए अगर हमारे अंदर इच्छा है तो बाकी सारे बातों को हम कूड़ा के समान गिनती कर सकते हैं. പുത്രനെ ലഭിച്ചതിനാൽ സകലവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. पुत्र को जब हमें मिला है तो बाकी सारी बातें हमारे लिए उपलब्ध किया गया है. നമുക്ക് വേണ്ട വിടുതലുകളും സൗഖ്യവും സമ്പത്തും ഒക്കെ അതിനകത്ത് ലഭിച്ചു കഴിഞ്ഞു. हमारे लिए जो छुटकारा, जो संपत्ति और जो बातें हैं वो सारे बात उसके अंदर से हमें और मिल गया है. എന്നാൽ നമ്മുടെ ലക്ഷ്യം ആ സകലത്തിലുമാകരുത്, ക്രിസ്തുവിലാകണം. मगर हमारा जो लक्ष्य है उस सारी बातों पर नहीं होनी चाहिए, मगर मसीह में टिकी होनी चाहिए. പ്രൈസ് ദി ലോർഡ്. आमीन. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് പുത്രനെ നൽകിയതാണ് സുവിശേഷം. और पिता परमेश्वर ने हमारे लिए अपने इकलौता बेटा को दिया है, वह सुसमाचार है. എന്നാൽ പുത്രൻ എന്താണ് തന്നത്? തന്നെത്താൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. मगर पुत्र ने हमारे लिए क्या दिया है? वो अपने आप को हमारे लिए समर्पण कर दिया. പുത്രനെ നമുക്ക് വേണ്ടി നൽകിയത് ലോകത്തോട് അറിയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൂടെ നൽകി. और पुत्र को हमारे लिए सौंप दिया, उस बातों को संसार में हमें प्रचार करने के लिए, बताने के लिए हमें सहायता के रूप में पवित्र आत्मा को भी दिया है. ഇന്ന് ഈ കൃപായുഗത്തിൽ സുവിശേഷീകരണത്തിനു വേണ്ടി നമ്മെ ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. आज इस अनुग्रह के युग में सुसमाचार की सेवकाई के लिए हमें पवित्र आत्मा सामर्थ्य देती है. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിച്ചത് സുവിശേഷീകരണം എന്ന ദൗത്യത്തിന് വേണ്ടിയാണെന്ന് വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു. आज शाम के समय वापस आपको याद दिलाती हूँ कि पवित्र आत्मा जो है सुसमाचार की सेवकाई के लिए हमें सामर्थ्य देने के लिए हमने प्राप्त किया है. അങ്ങനെ ക്രിസ്തുവിനെ നേടിയ ഒരാളിനെ കുറിച്ചുള്ള ചരിത്രത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. और इस प्रकार मसीह को कमाया हुआ एक व्यक्ति के इतिहास के बारे में उसके द्वारा आज शाम के समय में आपसे बात करना चाहती हूँ. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. पहला कोरिन्थी 9वीं अध्याय उसकी 23वीं वचन. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ട ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. और मैं सब कुछ सुसमाचार के लिए करता हूँ कि औरों के साथ उसका भागी हो जाऊं. മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെ പറയുന്നു, സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പങ്കാളിയായി തീരേണ്ടതിന് സുവിശേഷത്തെ പ്രതി ഞാനെല്ലാം ചെയ്യുന്നു. और दूसरा एक ट्रांसलेशन में इस प्रकार कहता है कि सुसमाचार की अनुग्रह के कारण मैं भागी हो जाऊं, इसलिए मैं सुसमाचार के लिए सब कुछ करता हूं. സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾ ഭൗതിക അനുഗ്രഹങ്ങളല്ല. सुसमाचार की जो आशीषें हैं वो भौतिक नहीं है. അങ്ങനെ പഠിപ്പിക്കുന്ന उस प्रकार सिखाने वाले भी हैं. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ അനുഗ്രഹങ്ങൾ ഭൗതികമായിരുന്നു എങ്കിൽ
ദീർഘവർഷങ്ങളായി സുവിശേഷീകരണം എന്ന ദൗത്യം ചെയ്യുന്ന പലർക്കും സമ്പാദ്യങ്ങളില്ല. सुसमाचार की सेवकाई की जो आशीष है अगर आत्मिक होता तो मान लीजिए अनेक सालों से सुसमाचार की सेवकाई में लगे हुए लोगों को संपत्ति नहीं है. ഭൗതിക അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കുന്നതല്ല സുവിശേഷീകരണം എന്ന ദൗത്യത്തിലൂടെ നമുക്ക് ലഭിച്ചത്. सुसमाचार की उस जिम्मेदारी के द्वारा भौतिक आशीषें या उसकी बढ़ोतरी नहीं मिली है. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രത്യേകത. वहां देखिए प्रेरित पौलुस का खासियत हम देख सकते हैं. അദ്ദേഹത്തെ കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? उसके बारे में परमेश्वर का वचन क्या कहता है? സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകാൻ വേണ്ടി താൻ എല്ലാം സുവിശേഷത്തിന് വേണ്ടി ചെയ്യുകയാണ്. परमेश्वर सुसमाचार की भागी बनने के लिए वो सुसमाचार के लिए जितना हो सकता है सब कुछ सुसमाचार के लिए कर रहा है. ഈ മനുഷ്യൻ ആരായിരുന്നു എന്ന് നമുക്കറിയാം. यह व्यक्ति कौन था करके हम जानते हैं. താൻ വിശ്വസിച്ച ന്യായ പ്രമാണത്തിനകത്ത് വീര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. उसने यकीन किया हुआ उस व्यवस्था के अंदर एकदम जोशीला व्यक्ति था वो. താൻ വിശ്വസിച്ചത് മാത്രം സത്യമെന്ന് വിശ്വസിച്ച് അതിന്റെ പേരിൽ അനേകരെ കൊല്ലാൻ മടിക്കാതിരുന്നയാളാണ് പൗലോസ്. उसने जिस व्यवस्था पर यकीन किया था उस व्यवस्था एकदम सही था करके विश्वास करते हुए उसके अंदर इतना सामर्थ्य था उसके विरोध करने वालों को वो मारता था. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ प्रेरितों का अध्याय उसकी 9वीं अध्याय उसकी 22वीं वचन में ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. परंतु शाऊल और भी सामर्थी होता गया और इस बात का प्रमाण दे देकर कि मसीह यही है दमिश्क के रहने वाले यहूदियों का मुंह बंद करता रहा. ഒരു കാലത്ത് യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള നിലയിൽ ന്യായപ്രമാണത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് അതിനനുസരിച്ച് പ്രതികരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ മിണ്ടാതാക്കുവാൻ പരിശ്രമിച്ച മനുഷ്യനാണ് ഇദ്ദേഹം. एक समय में देखिए मसीह यीशु नहीं है करके बताने का उस व्यवस्था की सामर्थ्य के द्वारा मसीह लोगों के मुंह को बंद कराया हुआ व्यक्ति था ये शाऊल. അപ്പോൾ താൻ വിശ്വസിച്ചതിനു വേണ്ടി ക്രിസ്ത്യാനികളെ മിണ്ടാതാക്കുവാൻ ഇറങ്ങിയ മനുഷ്യൻ और उस व्यक्ति जिस बात पर वो विश्वास करता था उसके वजह से मसीह के लोगों के मुंह बंद करने के लिए निकला हुआ व्यक्ति ഇന്ന് ക്രിസ്തു തന്റെ അകത്ത് വന്നപ്പോൾ ക്രിസ്തുവിനെ തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കുന്നു. और आज देखिए जब मसीह उसके अंदर आया तब मसीह को स्थापित करते हुए यहूदियों का मुंह बंद करता है. എനിക്ക് ഒന്നാമത് പറയാനുള്ള കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. सबसे पहले मुझे कहने वाले जो बात है वो बात कहकर मैं बंद करना चाहूंगी. വചനത്തിലൂടെ വിവരിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഈ ട്രാൻസ്ലേഷൻ കൂടെ ഉള്ളത് കൊണ്ട് തീരണമെന്നില്ല. और वचन के अंदर से जब मैं वर्णन करके आता हूं तो समय की कमी की वजह से हो सकता है खत्म नहीं होगा. അപ്പോൾ ക്രിസ്തുവിനെ തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതാക്കി എന്ന് പറഞ്ഞാൽ मसीह को प्रकट करते हुए यहूदियों का मुंह बंद कर दिया करके कहेंगे तो താൻ ഇപ്പോൾ നിൽക്കുന്നതിന് വ്യക്തമായ ഒരു നിലപാടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. अभी जिस बात पर वो खड़ा है उस बात का एक खास महत्व है करके उसका अर्थ है. സുവിശേഷം തന്നെ ആകർഷിക്കുന്നതിന് മുൻപുള്ള തന്റെ ചരിത്രത്തിലേക്ക് താൻ ചെരിഞ്ഞു നിൽക്കാതെ സുവിശേഷം തന്നെ ആകർഷിച്ചതിന് ശേഷമുള്ള ആത്മശക്തിയുടെ നിറവിൽ താൻ നിവരുന്ന മനുഷ്യനാണ്. सुसमाचार ने उसको आकर्षण किया उससे जब आकर्षण नहीं किया उसके पहले जो इतिहास थी उस पे टिकी नहीं रहने के बाद उसने सुसमाचार ने जब उसको स्वीकार किया उसके उस बात को स्वीकार करते हुए उस आत्मा की सामर्थ्य में वो बढ़ने लगा. എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിഞ്ഞതുകൊണ്ട് ഒരാളിന്റെ പാപ സ്വഭാവത്തിൽ എണ്ണം കുറയുകയല്ല, പാപത്തെ പൂർണ്ണമായി വിട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോൾ തന്റെ നിലപാട് ലോകത്തിന് മനസ്സിലാകണം. अर्थात सुसमाचार जान लेने के बाद एक व्यक्ति के
जिंदगी के अंदर जो पापों के गिनती नहीं हो रही है, मगर सुसमाचार जब एक व्यक्ति के अंदर आ जाता है तब संसार उस व्यक्ति के बारे में जान लेता है कि इसके अंदर कोई अशुद्धता नहीं है। ഇന്ന് പലരും സുവിശേഷം അനുസരിച്ചെങ്കിലും എവിടാ നിൽക്കുന്നെന്ന് പറയാൻ പറ്റിയല്ല. आज देखिए अनेक जन सुसमाचार को स्वीकार कर लिया है, मगर कहाँ खड़े हैं करके वे नहीं जानते। പഴയതിനെ പൂർണ്ണമായിട്ട് വിട്ടിട്ടുമില്ല, പുതിയതിലോട്ട് പൂർണ്ണമായി ചേർന്നിട്ടുമില്ല. पुरानी बातों को पूरी तौर से छोड़ा भी नहीं है और नए बातों पर पूरे तौर से खड़ा भी नहीं रहा है। പാപത്തിന്റെ വശീകരണ ശക്തികൾക്ക് അകപ്പെട്ട് ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിച്ച വ്യക്തികൾ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ ഏറ്റെടുത്ത് സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചെങ്കിൽ അവരെ കാണുന്നവർ തിരിച്ചറിയണം, ഇതാ അവർ പുതിയ മനുഷ്യരായി എന്ന്. पाप के प्रलोभन में फंसने वाले उस लोग जब मसीह के उस प्रेम की ओर बदल कर जब आ जाता है, तब जब संसार के लोग उस प्रकार के बदले हुए लोगों को देखता है, तब समझ जाना चाहिए कि ये मसीह के जन है। അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. अर्थात जब एक व्यक्ति मसीह में हो जाता है तब वो एक नया सृष्टि बन जाता है। അവന്റെ ജീവിതത്തിലെ പഴയതെല്ലാം കഴിഞ്ഞുപോയി. उसके जिंदगी के पुराने बातें सब बीत गई है। അവരെവിടെ ചെന്നാലും അവരുടെ ലക്ഷ്യം സുവിശേഷത്തിലേക്ക് ജനത്തെ ആകർഷിക്കുക उस എന്നുള്ളതാണ്. प्रकार के लोग जहां पर भी जाएं, उनका लक्ष्य एक ही होता है कि सुसमाचार के द्वारा अनेक लोगों को मसीह के लिए कमाए। അപ്പൊ സുവിശേഷത്തിന് വേണ്ടി നിവരെ നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പങ്കാളിത്തം. पहला जिम्मेदारी यह है कि सुसमाचार के लिए सीधा दृढ़ता के साथ खड़ा रहना चाहिए। ഞാൻ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ടത് പറഞ്ഞു നിർത്താം. मैं कुछ क्षणों में कहकर बंद करना चाहूंगी। പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന്റെ പണിയുടെ സമയത്ത് पुराने नियम में मिलाप वाले तंबू के उस बनाने के समय ദൈവം മോശയോട് പറഞ്ഞു, परमेश्वर ने मूसा से कहा, മരുഭൂമിയിൽ നിൽക്കുന്ന ഖദിര മരത്തെ വെട്ടി അതിന്റെ പലകകൾ അറുത്തു കൊണ്ടുവന്ന് വേണം സമാഗമന കൂടാരത്തിന് പലകകൾ കൊണ്ട് മറയുണ്ടാക്കാൻ. और परमेश्वर ने मूसा से कहा कि जंगल के उस पेड़ के डालियों को काट कर उसके लकड़ी को लेके आकर इस प्रकार मिलाप वाले तंबू को बनाना है। അപ്പൊ നിവരെ നിൽക്കുന്ന പലകകൾ വേണം ഉണ്ടാക്കാൻ. सीधा खड़ा रहने वाला लकड़ा बनाना चाहिए, से काट कर बनाना है। ഖദിര മരത്തിന്റെ പലകകൾക്ക് ഇങ്ങനെ തൊടാൻ പറ്റില്ല, ആര് കൊണ്ട് കയറും കയ്യിൽ. उस जो पेड़ है जिसके बाहर कांटे समान बात जो है, उसको अगर हम छुएंगे तो हाथ में चुभ जाएगा। അതുകൊണ്ട് ഈ പലകകളെ സ്വർണം കൊണ്ട് മൂടണമെന്നാണ് പ്രമാണം. और इसलिए उस प्रकार की जो लकड़े हैं उसे सोने के साथ ढापना है करके नियम रखा है। അതിന്റെ കാരണം സ്വർണം കൊണ്ട് പൊതിഞ്ഞില്ലെങ്കിൽ അകത്തു വരുന്നവർ ഈ പലകയുടെ അരം കൊണ്ട് മുറിയപ്പെടും. और इसका कारण ये है कि अगर सोना से इसको ढापेंगे नहीं तो जो लोग अंदर आएंगे जब इस लकड़े पे हाथ लगाएंगे तब उसके हाथ इस कांटों में लगकर कट सकती है या उन्हें चोट लग सकती है। അപ്പൊ ഈ പലകകൾ സ്വർണം കൊണ്ട് മൂടിയില്ലെങ്കിൽ കൂട്ടുവിശ്വാസികൾക്ക് ഇതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. और अगर इस लकड़ी के तख्ता को सोने से अगर हम वे नहीं डापते तो जो विश्वासीगण परमेश्वर के भवन में आते हैं उनके हाथ जब इस कांटों में लगते हैं तो उसे चोट लग सकती है। അതിനെ കുറിച്ച് കൂടുതൽ വിവരിക്കാൻ എനിക്ക് സമയം പോരാ. उसके बारे में ज्यादा विवरण करने के लिए समय मेरे पास नहीं है। ഒറ്റ കാര്യം മാത്രം പറയുന്നു, ഈ സമാഗമന കൂടാരത്തിന്റെ പലകകൾ നിവരെ നിൽക്കണം. एक ही बात कहता हूं कि इस मिलाप वाले तंबू के जो तख्ता है, लकड़ी की तख्ता जो है वो सीधे खड़ा रहना चाहिए। മരുഭൂമിയിൽ കാറ്റും ചൂടും ഏറ്റുകിടന്ന് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്നപ്പോൾ അതിനെ വെട്ടി പലകകളാക്കി സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി കൊണ്ടെത്തിച്ചെങ്കിൽ എങ്ങനെയും ചാഞ്ഞും ചരിഞ്ഞും നിൽക്കാൻ പറ്റില്ല. നിവരെ നിൽക്കുന്ന പലകകൾ വേണം ഉണ്ടാക്കിയെടുക്കാൻ. उस मरुस्थल में रहने वाला पेड़ जो धूप और बारिश में गीला होकर इस प्रकार उस बाजू इस बाजू हवा में हिलडुल कर रहने वाले उस पेड़ को काट कर जब परमेश्वर के भवन के अंदर मिलाप वाले तंबू को बनाने के लिए ले आता है
वो अपने मर्जी के हिसाब से खड़ा नहीं रह सकता है। उस लकड़ी का तख्ता एकदम सीधा रहना चाहिए। പാപത്തിന്റെ അഗാധ ഗർത്തത്തിൽ കിടന്നവർ ദൈവസഭയിലേക്ക് വരുമ്പോൾ ചെരിഞ്ഞും ചാഞ്ഞുമല്ല നിൽക്കേണ്ടത്, നിവരെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. पाप के गहराई के अंदर पड़े हुए लोग जब मन फिरा कर परमेश्वर के कलीसिया में जुड़ते हैं, तब अपने मर्जी के हिसाब से उस पर इस पर ढूल कर नहीं खड़ा रहना चाहिए, परमेश्वर के हित के अनुसार सीधे खड़ा रहना चाहिए। പഴയകാല ജീവിതത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളുമായി ദൈവസഭയിൽ വന്ന ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് വെളിപ്പെടുത്തുകയാണ്. पुराने जिंदगी में प्राप्त किए हुए उस अनुभवों के साथ पवित्र आत्मा आपको याद दिलाता है कि उस अनुभव के साथ कलीसिया में आकर अपने मर्जी के अनुसार कैसे भी खड़ा नहीं रह सकेंगे। കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങൾ വേട്ടയാടുന്നെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ നിവരെ നിൽക്കാൻ പറ്റില്ല. पुराने जिंदगी के पाप अगर आपके पीछे अभी भी पड़ता है तो मसीह जिंदगी में आप सीधे खड़े नहीं रह पाओगे। 48 പലകകൾ ചേർന്നാണ് സമാഗമന കൂടാരത്തിന് മറയുണ്ടാക്കിയിരിക്കുന്നത്. 48 से ज्यादा लकड़ी के तख्ते साथ में मिलकर उस मिलाप वाले तंबू को बनाया जाता है। ഈ പലകകൾ തൊട്ടടുത്ത് നിൽക്കുന്ന 2 പലകകൾ തമ്മിൽ ഒരു അന്താഴം കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. और इस दो लकड़े के तख्तों को साथ में इस प्रकार खड़ा रखकर उसके बीच में जोड़ा गया है। ഈ 48 പലകകളെ ഒരുമിച്ച് ഒരു അന്താഴം കൊണ്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട്. और इस 48 लकड़े के तख्तों को एक साथ भी जोड़ा है। അതിന്റെ അർത്ഥം തമ്മിൽ കൂട്ടുവിശ്വാസികൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാകണം. अर्थात विश्वासीगण आपस में एक संबंध होना चाहिए. മുഴുവൻ വിശ്വാസികളെയും തമ്മിൽ പരിശുദ്ധാത്മാവ് എന്ന അന്താഴം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. और उसके साथ ही सारे विश्वासियों को एक साथ पवित्र आत्मा की सामर्थ्य से एक साथ जुड़ा भी रखता है. അങ്ങനെ നിൽക്കേണ്ട 48 പലകകളിൽ उस प्रकार खड़ा रहने वाला 48 से भी ज्यादा लकड़े की तख्ते, ഒരു പലക ചിന്തിക്കുകയാണ് 47 പലക എന്നിവരെ നിൽക്കുകയാ, ഞാൻ അല്പം ചരിഞ്ഞാലും കുഴപ്പമില്ല. उसमें से मान लो अगर एक लकड़े का तख्ता सोचता है कि 47 तख्ते सीधा खड़ा है, मैं अगर झुककर खड़ा हो जाऊं तो कोई फर्क नहीं पड़ेगा. അത് പതിയെ ഒന്ന് ചെരിയാൻ തയ്യാറായാൽ, अगर वो थोड़ा से झुकने का कोशिश करता है, മരുഭൂമിയിലെ ചൂട് കാറ്റുകൊണ്ട് മണൽത്തരികൾ പറന്ന് സമാഗമന കൂടാരത്തിനകത്ത് വീഴും. उस मरुस्थल के गर्म हवा के वजह से उस रेती जो है वो उड़कर इस जगह के अंदर से उस मिलाप वाले तंबू के अंदर गिर सकती है, आ सकती है. സമാഗമന കൂടാരത്തിന്റെ അകം അശുദ്ധമാകും. उसके वजह से मिलाप वाले तंबू के अंदर अपवित्रता आ जाएगी. വിശ്വാസികളെ കാണിക്കുന്ന ഈ പലകകളിൽ ഒന്ന് ചെരിഞ്ഞാൽ പുറത്തു നടക്കുന്ന അശുദ്ധി ദൈവസഭയ്ക്കകത്ത് പ്രവേശിക്കും. विश्वासियों के गण के अंदर अगर एक भी व्यक्ति झुक जाए तो बाहर रहने वाली अशुद्धता की बातें अंदर आ जाएगी. തീർന്നില്ല, ഒരു കാര്യം കൂടെ സംഭവിക്കും. ഈ കാറ്റിന്റെ ശക്തി കൊണ്ട്, പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന കാറ്റിന്റെ ശക്തി കൊണ്ട് അതിനകത്ത് കത്തി നിൽക്കുന്ന നിലവിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. खत्म नहीं हुआ है, एक और बात भी होगी. इस झुक जाने के वजह से बाहर से अंदर आने वाली उस हवा की तीव्रता और उसकी सामर्थ्य की वजह से अंदर जलने वाली उस दीपक जो है वो बुझ जाएगी. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യത്തക്ക നിലയിൽ ചെരിഞ്ഞു നിൽക്കുന്ന പലകയാകുന്ന വിശ്വാസി മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് പറയുക. और आज मैं जो इस संसार का ज्योति हूं करके कहा हुआ उस मसीह के उस ज्योति एक बुझ जाए, उस प्रकार झुक रखा हुआ विश्वासी आज रात के समय पवित्र आत्मा आपको याद दिलाता है, आप लौट. സുവിശേഷത്തിന്റെ പങ്കാളിത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ കാര്യത്തിന്റെ കുറച്ചു ഭാഗമാണ് ഞാൻ വിശദീകരിച്ചത്.
सुसमाचार की उस जिम्मेदारी के सबसे पहले उस महत्व विषय का कुछ बातों को आज शाम के समय आपको याद दिलाया। പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തിന്റെ പലകകൾക്ക് തുല്യമായ പുതിയ നിയമ വിശ്വാസികളായ നാം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് സുവിശേഷീകരണം എന്ന ദൗത്യം നാം ഏറ്റെടുത്തെങ്കിൽ നാം നിവരെ നിൽക്കാൻ തയ്യാറാകണം. पुराने उस नियम के उस मिलाप वाले तंबू के उस लकड़े के तख्ते के समान नए नियम के कलीसिया के विश्वासी गण जो हम है, हम अगर मसीह के प्रेम और सुसमाचार की जिम्मेदारी अगर आप हमारे अंदर है तो हमें सीधा खड़ा रहना जरूरी है. ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ചാഞ്ഞും ചെരിഞ്ഞും നിന്നാൽ अगर हमारे मर्जी के अनुसार यहाँ हिलडुल कर खड़ा रहेंगे तो ചിലപ്പോൾ അരുളപ്പാട് ലഭിച്ച മോശമൊന്നും ചെയ്തില്ലെന്ന് വരാം. हो सकता है संदेश मिला हुआ मूसा कुछ कार्य नहीं किए कर सकता करेगा, അരുളപ്പാട് നൽകിയ ദൈവം അതിൽ ഇടപെട്ടുവെന്ന് വരാം. मगर संदेश दिया हुआ परमेश्वर हो सकता है उसके अंदर व्यवहार करेगा. സുവിശേഷീകരണം എന്ന ദൗത്യം ഏറ്റെടുത്ത വിശ്വാസികളെ, सुसमाचार की उस जिम्मेदारी को स्वीकार किया हुआ विश्वासी जन, നാം നമ്മുടെ ഇഷ്ടത്തിന് പലതിലേക്കും ചാഞ്ഞും ചെരിഞ്ഞും വന്നിട്ട് ദൈവസഭയിലെത്തിയാൽ हम हमारे इच्छा के अनुसार अनेक विषयों पर अगर हम हिलडुलने के बाद कलीसिया में आते हैं तो ലോകത്തിലെ അശുദ്ധിയെ ദൈവസഭയിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ചിന്തിന്നാൽ पर इस संसार के अशुद्धता को अगर कलीसिया के अंदर ले आने के लिए अगर हम झुकते हैं तो സഭയുടെ പ്രകാശത്തെ പുറത്തെത്തിക്കാൻ കഴിയാതെ അത് മറച്ചു നിന്നാൽ उस कलीसिया के ज्योति को बाहर की ओर वो मंडराने से अगर हम रुकावट हो जाते हैं तो സഭയ്ക്ക് വേണ്ടി രക്തം കൊടുത്ത് വീണ്ടെടുത്ത ക്രിസ്തു അതിനു വേണ്ടി എഴുന്നേൽക്കും. मसीह जो कलीसिया के लिए अपना दाम चुकाया है वो उठ खड़ा हो जाएगा. അതുകൊണ്ട് നാം നിൽക്കുന്നത് നിവരെയായിരിക്കണമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കും. और इसलिए आज रात को हम जो खड़े हैं वो सीधा खड़ा रहना है करके पवित्र आत्मा हमें याद दिला रहा है. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ സുവിശേഷീകരണം എന്ന ദൗത്യത്തിൽ പങ്കാളിയാകാൻ പറ്റില്ല. हमारे मर्जी के अनुसार अगर हम जिंदगी बिताएंगे तो सुसमाचार की उस जिम्मेदारी में हम भागीदार नहीं हो पाएंगे. അവിശ്വാസികളുടെ അടുക്ക ചെല്ലുമ്പോ അവരിൽ ഒരാളാകുന്നു, വിശ്വാസികളുടെ അടുക്ക വരുമ്പോ അവരിൽ ഒരാളാകുന്നു. നിന്റെ സുവിശേഷീകരണം എന്ന ദൗത്യത്തിൽ നീ പരാജയമാണ്. अविश्वासियों के बीच में जब आप जाते हैं तो आप उनके समान बन जाते हैं, विश्वासियों के झुंड में जब आते हैं तो आप उसके समान पवित्र बन जाते हैं. नहीं, इस प्रकार सुसमाचार की जिम्मेदारी को आप निभा नहीं सकेंगे. പരിശുദ്ധാത്മ നിയോഗമുള്ളവനെ പാപത്തിലും കർത്താവിലും കൂടെ രസിക്കാൻ പറ്റില്ല, കർത്താവിൽ മാത്രമേ രസിക്കാൻ പറ്റുകയുള്ളൂ. पवित्र आत्मा की जो सामर्थ्य जिसके अंदर है वो पाप में और मसीह में आनंद नहीं मना सकता है, वो केवल मसीह में ही आनंद मना सकता है. സുവിശേഷീകരണം എന്ന ദൗത്യത്തിലെ പങ്കാളികളാകണമെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ദിവരെ നിൽക്കാൻ തയ്യാറാകുക. तो समाचार की उस जिम्मेदारी में अगर आपको भागी बनना है तो मसीह के लिए आपको सीधा खड़ा रहना जरूरी है. അനുവദിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. കേട്ടതിന് വളരെ നന്ദി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. परमेश्वर अनुमति देता है तो बाकी की बातें बाकी के दिनों में परमेश्वर अनुमति देता है तो मैं कहने के लिए चाहती हूँ परमेश्वर आपको आशीष दे.